ദൈവത്തിൻ്റെ ഒരു വിശുദ്ധമാകട്ടെ. ബഹുമാനപ്പെട്ട ജീവനച്ചൻ, നമ്മുടെ ജീവനച്ചൻ, സംഘീകാരി രചനച്ചൻ, ട്രസ്റ്റി സെക്രട്ടറി, പള്ളിയുടെ മാനേജർ കമ്മിറ്റി അംഗങ്ങൾ, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹം, നമുക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിനാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. അധികം സമയമൊന്നുമില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും വിശുദ്ധ ശുശ്രൂഷകളുടെ പ്രതിനിധി എന്ന നിലയിൽ രണ്ടച്ഛന്മാരെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ട് ഇന്ന് നിങ്ങൾ താഴെ നിന്നുകൊണ്ട് കാണുന്ന അപ്പ ഇത്ര ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് ആക്കിയെടുത്തത് ഈ രണ്ടച്ഛന്മാർ കാണുന്ന യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. കാരണം ഓരോ കാര്യങ്ങളും രണ്ടുപേരും എടുക്കുന്ന ഇനീഷ്യേറ്റീവുകൾ അതിനെ എങ്ങനെ വളരെ മനോഹരമായി കൊണ്ടുപോകാനുള്ളതിനെ പറ്റി ചിന്തിച്ച് ഞങ്ങളിലേക്ക് അത് പകർന്നു നൽകുന്ന ആ ഒരു രീതി, അതുപോലെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ നടക്കണം. അതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തന്ന് വളരെയധികം മനോഹരമാക്കി ഇന്ന് ഓരോ ഞായറാഴ്ചയിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ആത്മീയത ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അത് അച്ഛന്മാരുടെ കഴിവ് തന്നെയാണ്. അവരുടെ പരിശ്രമങ്ങൾ തന്നെയാണ്. ഏഞ്ചൽ പറഞ്ഞു, ഏഞ്ചലല്ല, നമ്മുടെ മൊത്തം സമാജത്തിൻ്റെ ഭാരവാഹി പറഞ്ഞു, എല്ലാ ശനിയാഴ്ചയും സന്ധ്യാനമസ്കാരത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അച്ഛന്മാരും മാറി തന്ന് പിറ്റേ ദിവസം ഞായറാഴ്ചത്തെ അവിടെ ചേർന്നിട്ട് അതൊക്കെ എന്തൊക്കെ ചെയ്യണം, കൃത്യമായ ചേർന്നും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അത് വേദോത്സവമായിക്കോട്ടെ മറ്റു കാര്യങ്ങളുമായിക്കോട്ടെ എല്ലാം തന്ന് വളരെയധികം മനോഹരമായിട്ട് ഞങ്ങൾ നടത്തി. ഓരോ ആരാധനയിലും എങ്ങനെ ഒരു വിശ്വാസികളുടെ മുമ്പിൽ നിൽക്കണം എന്നുള്ളതൊക്കെ വളരെ മനോഹരമായി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ നടത്തി എന്നുള്ളത് ഒരു രണ്ടുപേരുടെ കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് മുന്നേറുള്ളതെന്ന് എല്ലാവരും പറഞ്ഞു, ഇവരൊത്തിരി കാര്യങ്ങൾ നമ്മുടെ പള്ളിക്കോട് ചെയ്തു. അതൊക്കെ ഇവരുടെ രണ്ടുപേരുടെ ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ ഏജനായാലും കൊച്ചനായാലും രണ്ടുപേരും ഒരു ഇനീഷ്യേറ്റീവ് തുറന്ന് പിന്നെ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് രണ്ടുപേരും. അതെങ്ങനെ മനോഹരമായി കൊടുക്കാമെന്നാണ്. നമുക്കെല്ലാം നമ്മുടെ മുമ്പിൽ എവിടെയാണ് ഇത് നോക്കാം. ഇവിടെ ലാൻഡ്സ്കേപ്പിൽ ദേവാലയത്തിന് വേണ്ടി ചെയ്യുന്ന കാർപ്പറ്റുകൾ, മറ്റെല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ മല, അതുപോലെ തന്നെ കാർപ്പറ്റ്, എല്ലാ കാര്യങ്ങളും എത്രയും ഭംഗിയാക്കാമോ അതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ അച്ഛന്മാരും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ടച്ഛന്മാരും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഞങ്ങളെ ഏറ്റവും കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രോത്സാഹനം പറയാം. അതുപോലെ തന്നെ നമ്മുടെ രചനയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്, ചിരിക്കാനും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് ചിരിക്കും, നല്ല തമാശ പറയും. ഞങ്ങൾക്ക് കുറച്ചുകൂടെ കറക്റ്റ് ആയതുകൊണ്ട് പറഞ്ഞു, നല്ല കറി പറഞ്ഞല്ല. എങ്കിലും രണ്ടുപേരും വിളിച്ചതായാലും ഇനിഷ്യേറ്റീവ് എടുക്കുക, അത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക. രണ്ടുപേർക്കും ഭയങ്കര നിർബന്ധമാണ്, ഭയങ്കര ഓർഗനൈസായിട്ട് പരിപാടികൾ കൊണ്ടുപോകണം. അത് തന്നെയാണ് രണ്ടുപേരെയും കുറിച്ച് ഞങ്ങളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളെ ഇന്നും നിങ്ങളുടെ ഓർമ്മയുണ്ടാവും, നിമിഷങ്ങളെന്നും നിങ്ങളുടെ ഓർമ്മയുണ്ടാവും. തുടർന്ന് പോകുന്നവർക്ക് നല്ല നല്ല സേവനം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ശുശ്രൂഷ സമയത്തിനുള്ള എല്ലാ ഞങ്ങളുടെ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്ഷണിച്ചു. പോരാട്ടം സംഭവിക്കാനായി കൃഷി ശ്രീകാലം എന്ന ഉപയോഗിക്കുന്നത് ക്ഷണിക്കുന്നു.
വിവിധ സംഘടനകളുടെ ബഹുമാനങ്ങളാണ്. ഇന്നത്തെ പറയും വനിതാ സമ്മാനം. പത്ത് പറയുന്ന സമ്മാനത്തിന്റെ ഉപഹാരം സമർപ്പിക്കുന്നതിനായി എൻജിഒസിന്റെ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ഉപഹാരം സമർപ്പിക്കുന്നതിനായി വിശദമായി സൂചിപ്പിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിനായി പ്രാർത്ഥനയോടെ ഈ മാനവിക പരസ്യമായ ഉപഹാരം സമർപ്പിക്കാനുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും നന്ദിയായ KJJ കുരശൻ, എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും ബഹുമാനമുള്ള റജിനച്ചൻ, ഇടവകയുടെ ട്രസ്റ്റി ശ്രീ രാജൻ എബ്രഹാം പുതിയവീട്ടിൽ, ഇടവകയുടെ സെക്രട്ടറി ശ്രീ ലിയോ ജേക്കബ് ജോയി ചാമത്തിൽ, എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ വളരെ സന്തോഷത്തോടും കൃതജ്ഞത നിറഞ്ഞ മനസ്സോടും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 2021 ജൂലൈ മാസം 1 കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ്
ബഹുമാനപ്പെട്ട ലിജു വർഗീസ് അച്ഛനും ഞാനും ഈ ദേവാലയത്തിൽ വന്ന ചുമതല ഏറ്റെടുക്കുന്നത്. അന്ന് ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ, 20 പേർക്ക് മാത്രമേ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. പിന്നീട് അത് ക്രമേണ വർദ്ധിച്ചു സാധാരണ നിലയിൽ ആവുകയും ചെയ്തു. 2022 ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ബഹുമാനപ്പെട്ട റിജിൻ സി ചാക്കോച്ചൻ എന്നോടുകൂടെ ഇവിടെ ശുശ്രൂഷയ്ക്കായി നിയോഗിതനായി. കർത്താവിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ കുറച്ചു ദൂരം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രയുടെ ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്ന ഭാഗം താൽക്കാലികവും ഇനി നാം എത്തിച്ചേരേണ്ട ഇടം ശാശ്വതവുമാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോകരുത്. നമ്മുടെ പ്രധാന പ്രാർത്ഥനകളിലും വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലുകളിലും നാം പ്രാർത്ഥിക്കുന്നത് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി നാം നോക്കി പാർക്കുന്നു എന്നുള്ളതാകുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഇഹലോക ജീവിതം ഏറ്റവും വിശുദ്ധവും ദൈവത്തോട് ചേർന്നിരിക്കുന്നതും ആയിരിക്കണം. ശുശ്രൂഷകരെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. അതെക്കാലവും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് പോലും അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 18-19 വാക്യം. എന്തിലും ഏതിലും നന്മയേക്കാൾ കുറവുകൾ കണ്ടെത്തുന്നതിൽ നാം എല്ലാവരും ഒരു വഴി മുന്നിലാണ്. ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന നവമാധ്യമങ്ങൾ നാം ശ്രദ്ധിച്ചാലും മറ്റുള്ളവരുടെ കുറവുകൾ പങ്കുവയ്ക്കുന്നതിന് ലഭിക്കുന്ന ഒരു റീച്ച് മറ്റുള്ളവരുടെ നന്മകളെക്കുറിച്ച് പറയുന്നതിന് ലഭിക്കുന്നില്ല എന്നുള്ളത് എത്ര സത്യമായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മീയ പിതാവായി ഇവിടെ ശുശ്രൂഷിച്ച ഞാൻ പൂർണ്ണനെന്നോ കുറവുകളില്ലാത്തവനെന്നോ ഒരു അവകാശവാദവും ഈ ബലഹീനനായ എനിക്കില്ല. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അത് പ്രോത്സാഹനത്തിന്റെ ഒരു വാക്കായി, കൂടെയുണ്ട് എന്ന ഉറപ്പായി, എതിർപ്പിന്റെ സ്വരങ്ങളായും ആശ്വാസത്തിന്റെ കുളിർക്കാറ്റായും വിചാരങ്ങൾക്കും അതീതമായ സംഭാവനകൾ നൽകിയുള്ള സഹായമായും സൗഹൃദത്തിന്റെയും ഉദാത്തമായ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ പ്രകടഭാവങ്ങളായി നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ ഇടവകയോട് മുഴുവനും ബലഹീനനായ ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളിൽ ഒരാളായി, സഹോദരനായി, മകനായി, സുഹൃത്തായി, പിതാവായി ഒക്കെ എന്നെ സ്വീകരിച്ചു. നിങ്ങളോടുള്ള എന്റെ കൃതജ്ഞത അത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതല്ല. കാരണം അത് അത്രയ്ക്ക് ആഴമായി നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നുള്ളതിൽ നിന്ന് ഉളവാകുന്നതാണ്. നന്ദി ഒരലങ്കാരമായി വാക്കുകളിൽ ഒതുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്റെ ബലഹീനമായ പ്രാർത്ഥനകളിലും എന്റെ കുർബാനകളിലും പ്രാർത്ഥനകളായി നിങ്ങളെ ഓർക്കും എന്നുള്ള ഉറപ്പായി നൽകുവാനായിട്ടാണ് പ്രിയമുള്ളവരെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ശുശ്രൂഷയിൽ എടുത്തു പറയേണ്ട പല പേരുകളുമുണ്ട്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ലിജു വർഗീസ് അച്ഛൻ, ഇപ്പോൾ കൂടെയുള്ള പ്രിയപ്പെട്ട റജിൻ അച്ഛൻ, ട്രസ്റ്റിമാരായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഇടവകയിലെ അച്ഛന്മാർ, ട്രസ്റ്റിമാരായി കൂടെ ഉണ്ടായിരുന്ന സജി മാത്യു പൊയ്ക്കുടിയിൽ, അഡ്വക്കേറ്റ് വി എ ജോസഫ് വാഴയിൽ, ഇപ്പോൾ ട്രസ്റ്റിയായിരിക്കുന്ന ശ്രീ രാജൻ എബ്രഹാം പുതിയ വീട്ടിൽ, സെക്രട്ടറിമാരായി കൂടെ ഉണ്ടായിരുന്ന
ബിൽജി കോശി വാക്കയിൽ, അനിൽ തോമസ് നെടുമ്പള്ളി, ലിയോ ജേക്കബ് ജോയി ചാമത്തിൽ, പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഓഡിറ്റേഴ്സ്, വിവിധ ആധ്യാത്മിക സംഘടനകൾ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അതിന്റെ ഇൻസ്പെക്ടർമാരായിട്ട് സേവനമനുഷ്ഠിച്ച കോടിയാട്ട് പ്രിയപ്പെട്ട രവിസാറ്, ശ്രീ ഗീവർഗീസ് എബ്രഹാം, പുതിയ വീട്ടിൽ, വിവിധ സൺഡേ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ, അവിടുത്തെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വടക്കേടത്ത് ശ്രീ വി സി മാത്യു, ഇപ്പോൾ അതിന്റെ കൺവീനറായിരിക്കുന്ന ജോൺ സി ഏലിയാസ്, പ്രാർത്ഥനാ യോഗത്തിന്റെ ചുമതല വഹിച്ച പ്രിയപ്പെട്ടവർ, മർത്തോറിയം സമാജത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, NGO CSF, നമ്മുടെ യുവാക്കൾ, മക്കളയിലെ എന്റെ ഏറ്റവും സ്നേഹമുള്ള എന്റെ ശുശ്രൂഷകർ, ഇവിടെ ക്ലർക്കായി പ്രവർത്തിക്കുന്ന ശ്രീമതി അന്നമ്മ എബ്രഹാം, പ്രധാന ശുശ്രൂഷകരായി സേവനമനുഷ്ഠിച്ച സോജു പി ചെറിയാൻ, ശ്രീ മാത്യു, ഇപ്പോൾ ശുശ്രൂഷകനായി നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഷിനോജ്, നമ്മുടെ പള്ളിമുമ്പൻ പ്രിയപ്പെട്ട മോൻസി വർഗീസ്, പ്രിയപ്പെട്ട ശ്രീമതി ഏലിയാമ്മ ജോൺ, ഇലക്ട്രീഷ്യന്മാരായി പ്രവർത്തിച്ച ജിജോ കണിപ്പറമ്പിൽ, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീ മനു കുര്യൻ, ഇവരൊക്കെ പല കാര്യങ്ങളിൽ ചുമതലകൾ വഹിച്ച് എന്നോടൊപ്പം പ്രവർത്തിച്ചവരാണ്. ഇനി പേര് വിട്ടുപോയിട്ടുള്ള പല ആളുകളും ഉണ്ടാകും. അവരെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. നിങ്ങളെല്ലാവരും കൂട്ടമായി നമുക്ക് ഒരുമിച്ച് നിന്ന് ദൈവ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എന്റെ മുൻപിലിരിക്കുന്ന എന്റെ ഓരോ ഇടവക അംഗങ്ങൾക്കും നൽകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിനും നീതിക്കും ദൈവികതയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ നിലപാടുകൾ എടുക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. വീണ്ടും എന്റെ വാത്സല്യമുള്ളവരെ, എന്നിൽ നിന്ന് എന്തെങ്കിലും നന്മ ഈ ഇടവകയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്റെ വ്യക്തിപരമായ കഴിവോ നേട്ടമോ അല്ല, മറിച്ച് അത് ദൈവ കൃപയായി തന്നെ നിങ്ങൾ എല്ലാവരും കരുതിക്കൊള്ളണം. ആ ശിഷ്യൻ പറഞ്ഞതുപോലെ അത് കർത്താവാകുന്നു. എന്റെ ശുശ്രൂഷയിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ എന്റെ ബലഹീനതയായി കണ്ട് നിങ്ങൾ എല്ലാവരും അത് പുറക്കുമാറാകണം. ഈ പള്ളിയുടെ യശസ് എന്നും ഉയർന്നു നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കടിഞ്ഞൂൽ പുത്രി എന്ന വലിയ സ്ഥാനനാമം അലങ്കരിക്കുന്ന ഈ ദേവാലയം എന്നും അതിന് തുല്യമായ യശസ്സോടുകൂടി ഇവിടെ ശുശ്രൂഷിക്കുന്ന വൈദികരെ സ്വീകരിക്കുവാനും ബഹുമാനിക്കുവാനും ഈ ഇടവക അംഗങ്ങളായ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആത്മീയമായ അത്യുന്നതകളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുമ്പോഴാണ് അത് നമുക്ക് സാധ്യമായി തീരുന്നത്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടും ക്ഷേമത്തോടും കഴിയുവാൻ ഞാൻ എന്റെ ബലഹീനമായ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുന്നു. ഇവിടെ നിന്നും പുതിയതായി ഞാൻ ശുശ്രൂഷിക്കാൻ നിയോഗം ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധനായ പരിമലത്തിന് പേര് തന്നെ കല്ലിട്ട് സ്ഥാപിച്ച ഒരു ദേവാലയത്തിലേക്കാണ്. ഇലവുങ്കൽ സെന്റ് മേരീസ് ദേവാലയം, ആനിക്കാടിനടുത്തുള്ള ഒരു ദേവാലയമാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും എന്നെയും എന്റെ കുടുംബത്തെയും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ അപേക്ഷ. ഇനിയുള്ള യാത്രയിൽ പലയിടങ്ങളിലും കണ്ടുമുട്ടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെ സർവശക്തൻ ഇടയാക്കട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ ഇടവകയെ സർവശക്തൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ തലമുറകൾ നല്ലവരായി വളർന്നു വരട്ടെ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ഇത് നമുക്കൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ഓർക്കണം. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും അവർക്കൊക്കെ ദൈവം കൊച്ചുമക്കളെ ദാനമായി കണ്ടിട്ടുണ്ട്. ഇത് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ലാത്ത ആരാണ് അവരുടെ നല്ല മാർഗങ്ങൾ പകർന്നു കൊടുക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കണം. തികച്ചും കൃതജ്ഞത നിർഭരമായ മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ, പരിപൂർണ സംതൃപ്തിയോടെ നിങ്ങളെല്ലാവരോടും യാത്ര പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും നന്ദി, എല്ലാവരോടും നന്ദി, സകലത്തിനും എല്ലാത്തിനും എല്ലാവരോടും നന്ദി. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർക്കാം. സഹകാരി ക്ഷണിച്ചു.
ദൈവത്തിൻ്റെ നാമത്തെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു മീറ്റിങ്ങിലേക്കായിരുന്നു നമ്മൾ ഏകദേശം സമയത്തെക്കുറിച്ച് റിപ്പോർട്ടായി അറിയാം. സ്വാഭാവികമായും സൈനിക സംഘത്തിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ എനിക്കും അങ്ങനെയുള്ള ഒരു പരിമിതി ഇവിടെയുണ്ട്. ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എൻ്റെ ചിരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ചിരിക്കുന്ന ഒരാളോട് പറഞ്ഞതുകൊണ്ട് എനിക്ക് അതിലൊരു ചെറിയ സന്തോഷമുണ്ട്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിച്ചത് 2022 മാർച്ച് മാസം 12-ാം തീയതിയാണ്. മാർച്ച് മാസം 12-ാം തീയതി പൗരോഹിത്യ പദവിയിലേക്ക് പ്രവേശിക്കുകയും ശേഷം 2022-ാം ആണ്ടിൽ തന്നെ ആഗസ്റ്റ് മാസം 1-ാം തീയതി ഈ ദേവാലയത്തിന്റെ ശുശ്രൂഷയിലേക്ക് അഭിമന്യ ഇടവക മെത്രാപ്പൊലീത്ത മുഖാന്തരം കൽപ്പന നൽകി എന്നെ ഇങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മർത്തമയ സമാജാംഗങ്ങൾ ഞങ്ങൾക്കൊരു യാത്രയിൽ തുടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനയുമായി സംബന്ധിച്ച് അവിടെ സൂചിപ്പിച്ചതുപോലെ കുറെ ശൂന്യതകളിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ശൂന്യതകൾ പലതരത്തിലുണ്ടായിരുന്നു. ഒരു പുതുമുഖം എന്ന നിലയിൽ ശൂന്യത ഉണ്ടായിരുന്നു. വ്യക്തിപരമായ രീതിയിൽ പല കാര്യങ്ങളിലും ഒരു നഷ്ടബോധത്തിലായിരുന്നു. അങ്ങനെയുള്ള ശൂന്യതകൾ ഒത്തിരി വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു വേളയിലാണ് ഈ ദേവാലയത്തിന്റെ നിയോഗം ബഹുമാനപ്പെട്ട ജിനുശാഖോച്ചനോടൊപ്പം ഇവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു അവസരം ലഭിച്ചത്. എല്ലാം ദൈവഹിത പ്രകാരമാകുന്നുവല്ലോ. ദൈവത്തിന് മുന്നമേ ഇതിനെ കുറിച്ച് അർപ്പിച്ചുകൊള്ളട്ടെ. ശേഷം ഈ ദേവാലയത്തിന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കിയത് ഈ ഇടവക മെത്രാപ്പൊലീത്തായും അതോടൊപ്പം തന്നെ മെത്രാസന സെക്രട്ടറി അച്ഛനെയും ഒക്കെ അവരൊക്കെ നൽകിയ ഒരു നിർദ്ദേശാനുസരണമായി കൊണ്ടെത്തിയത്. അവരെയും നിലയിൽ ഓർക്കുന്നു. ശേഷം എനിക്ക് പ്രവർത്തിക്കുവാൻ ലഭിച്ചത് ബഹുമാനപ്പെട്ട ജിനുവച്ചനോടൊപ്പമാണ്. പല കാര്യങ്ങളും അച്ഛനെ പറ്റി ഇവിടെ കേട്ടു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 3 വാക്യം ഞാനിത് പറയാം. നേതൃപാഠവും, നിലപാട്, ഏകോപനം. ഈ 3 കാര്യങ്ങൾ നിങ്ങളീ പറഞ്ഞതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയൊരു സമൂഹത്തെ മുൻപോട്ട് നയിക്കണമെന്നും അവരോട് എന്ത് കാര്യങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്നും നല്ല നേതൃത്വത്തിൽ എങ്ങനെയൊരു സമൂഹത്തെ മുൻപോട്ട് നയിക്കണമെന്നും നിലപാടിന് എത്രത്തോളം നാം ബന്ധപ്പെട്ടിരിക്കണം എന്നും എങ്ങനെ ഏത് കാര്യത്തെയും ഏകോപിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകണമെന്നും ഉള്ള വലിയ പാഠങ്ങൾ ബഹുമാനപ്പെട്ട ജിനുശാഖോച്ചനിൽ നിന്ന് കഴിഞ്ഞ 23 മാസക്കാലത്തെ ഈ ദേവാലയ ശുശ്രൂഷയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നേക്കാൾ ഉപരിയായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്രകാരം ബഹുമാനപ്പെട്ട ജിനുവച്ചൻ ഒരു വലിയ ചിലതിനേക്കാൾ ഉപരി എൻ്റെ ഒരു ജ്യേഷ്ഠനും എൻ്റെ ഒരു അപ്പനൊക്കെയായിരുന്നു. കാര്യം പലവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ ആയിരുന്നപ്പോൾ അച്ഛനോട് അച്ഛൻ അങ്ങനെ വെച്ചപ്പോ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, എനിക്ക് അത്ര കേട്ടാൽ മതി. അങ്ങനെ പറയാനായിട്ട് എനിക്ക് നഷ്ടമായിരുന്നിടത്ത് ഒരു സാന്നിധ്യമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ജിനുവച്ചൻ. ആ ഒരു വലിയ സപ്പോർട്ട്, ആ ഒരു വലിയ കരുതൽ, അത് ഞാൻ എന്നും ഓർക്കും. അച്ഛനോടുള്ള ശുശ്രൂഷയും ഇവിടെയായിരുന്ന ഓരോ ആത്മീയ ശുശ്രൂഷകളും ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഇടവകയുടെ ഭൗതികമായ എല്ലാ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലും ഏകോപനങ്ങളിലുമൊക്കെ എന്നെ ഒരു വലിയ ഭാഗമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ ഇടവാംഗത്തെ പോലെ പ്രവർത്തിക്കുവാൻ തമ്പുരാൻ എനിക്ക് ഗുണം നൽകി. ബഹുമാനപ്പെട്ട ജിനുവച്ചൻ അച്ഛൻ തന്നെ സൂചിപ്പിച്ചു. നന്ദി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞ് നന്ദികേടിനെ സൂചിപ്പിക്കുന്നില്ല. ശേഷം ഈ ഇടവകയുടെ നിലനിൽക്കുക എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇടവകയെ സംബന്ധിച്ച് ആ ഇടവകയിലെ പട്ടക്കം, ഈ ഇടവകയെ സംബന്ധിച്ച് അനേകം വൈദിക ശ്രേഷ്ഠരുണ്ട്. ബഹുമാനപ്പെട്ട ജേക്കബച്ചന്റെ സാന്നിധ്യം ഇന്നും നമ്മോട് കൂടെയുണ്ട്. എല്ലാ വാഹന പെരുന്നാളുകളിലും അച്ഛന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതോടുകൂടെ നമ്മുടെ ഇടവകയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും അവരൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗവാക്കാണ്. അവരുടെ എല്ലാം ഒരു സപ്പോർട്ട്, ഒരു കരുതൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരോട്. ശേഷം ഇടവകയെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വികാരിയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം
ഇടവകയുടെ പൊതുയോഗതാധികളാകുന്ന ട്രസ്റ്റിമാർ, സെക്രട്ടറിമാർ, കാലയളവിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സൈജൻ, പ്രിയപ്പെട്ട ബാബുചാൻ, പ്രിയപ്പെട്ട രാജൻചാൻ, സെക്രട്ടറിമാരെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട അനിൽ തോമസ്, പ്രിയപ്പെട്ട ലിയോജിനും, ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദീർഘകാലയളവിൽ പെട്രോളിയം സെക്രട്ടറിയായിട്ട് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട റീച്ചാനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും നന്ദി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ച ഏവരോടും അവരോടൊക്കെയും കുറെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. അവരോടും അവരെല്ലാം ഈ സമയം കൃതജ്ഞതാപൂർവ്വം ഓർക്കുകയാണ്. ഈ ഇടവകയിലെ ആത്മീയ ആരാധന ശുശ്രൂഷകളിൽ ഒരു വൈദികനെ സംബന്ധിച്ച് ഒരു ആത്മീയ ആരാധന അനുഷ്ഠാന ശുശ്രൂഷകൾക്കകത്തേക്ക് കയറുമ്പോൾ ആ വൈദികനെ വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കണം നിയോഗിക്കപ്പെടുന്നവരാണ് ശുശ്രൂഷകർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്നത്തെ ദിവസത്തെ ആരാധന പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്ര ഭംഗിയായിട്ടാണ് കുട്ടികൾ അത് ക്രമീകരിച്ചു. എല്ലാം മിടുക്കിൽ പിള്ളേരുള്ളത്. വീട്ടിൽ പോകുമ്പോൾ കുഴപ്പമില്ലതാണ്. വീട്ടിൽ പോകുമ്പോൾ പല കാര്യങ്ങൾ തലയിടുന്നതാണ്. മിടുക്കിൽ പിള്ളേർ അവരെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചാൽ, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരെ കൃത്യതയോടെ ചെയ്യും. ഈ ഇടവകയുടെ ശുശ്രൂഷ കാര്യങ്ങളിൽ മുഖ്യ ശുശ്രൂഷകരായിരുന്ന പ്രിയപ്പെട്ട സോജു, പ്രിയപ്പെട്ട ജോയിച്ച, ഇപ്പോൾ ശുശ്രൂഷകരായിരിക്കുന്ന പ്രിയപ്പെട്ട ഷിനോജ്, ഒപ്പം തന്നെ എൻ്റെ ഈ പിള്ളേരെല്ലാവരും അവരോടൊക്കെ ഞാൻ കുറച്ചുകൂടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും. കാര്യം സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടും. എനിക്കൊരു ഉറപ്പുണ്ട്, അവർ ആവശ്യമില്ലാത്ത വഴി കൂടെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. കാര്യം ഞാൻ വന്ന സമയത്ത് അതിനെപ്പറ്റി വേണ്ടവണ്ണം പല കാര്യങ്ങളും വേദന ഉച്ചരിച്ചുകൊണ്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധമായ തീയിലേക്ക് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ വേണ്ടാത്ത വഴികൾ നടക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ ഭക്ഷിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ പാടുകയും ചെയ്യുകയും ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനാണെങ്കിൽ മക്കളെ വേണ്ട, തലമുറകൾക്ക് നാശം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഇരിക്കുന്ന മക്കളെല്ലാം നല്ലതുണ്ടായിരുന്നു. അവരെ വീട്ടിലോട്ട് പോയി തിരിക്കുക. അവർ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. ഒരു പത്രക്കാരൻ ഞാൻ ഒരു ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ചില വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കയ്യിൽ കൊണ്ടുവരാനാണ് പറഞ്ഞത്. എന്നാൽ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം കൊണ്ടുകൊണ്ടാണ് ഞാൻ ഉള്ളവരോട് ഞാൻ പറയുന്നത്. ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കേരളം അതിലൊരു പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കേരളം പ്രകടിപ്പിക്കുന്നത് എന്ന് ഇന്നലെ പറഞ്ഞു. ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് നല്ല മക്കളാണ്. ഈ ഒരു എല്ലാ കാര്യങ്ങളിലുള്ള ഭാഗമാക്കി എപ്പോഴും പഠിക്കുക. എന്ത് കാര്യം ചെയ്താലും നമ്മുടെ പിള്ളേർ പഠിക്കുക. അത് ഇപ്പോൾ ഏറ്റവും അവസാനം നന്നായി കയറിയ ശുശ്രൂഷയെന്ന് തുടങ്ങി എത്ര ചെയ്യാനായിട്ടുള്ള നന്നായി കയറുന്ന ആളെ സംബന്ധിച്ചാണെങ്കിലും ഈ മക്കൾ ഈ കാര്യങ്ങളെല്ലാം എടുക്കണം. പെട്ടെന്ന് റൂം വെക്കണമെന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് അവിടെ എപ്പോഴും സംസാരിക്കുവാനുള്ള അവസരമില്ല. നന്നായി ശുശ്രൂഷ ആരാധനക്കറിയും കാർമിക പ്രാർത്ഥന ചൊല്ലുമായിരിക്കും. ശുശ്രൂഷ ഇടനായിക പാട്ടുപാടുന്ന പാടുകയും ചൊല്ലുകയായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ പറയുവാനുള്ള അവസരമില്ല. പക്ഷേ പിള്ളേരോട് എന്നെ കൈകൾ കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട ജീവിതത്തിന്റെ കൈകൊണ്ടുള്ള ഒരു ആഗ്രഹം കാണിച്ചാൽ ആ മക്കൾ അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്രകാരം ഈ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരാൻ സാധിച്ചു. നിങ്ങൾ ഈ ഇത് കാണുക ഈ രീതിയിൽ തന്നെ പോകും. ആത്മീയ ആരാധന അനുഷ്ഠാനങ്ങൾ വേറെ പണിക്കൊന്നും നടക്കാതെ, വേറെ പണിക്കൊന്നും പോകാതെ ദൈവത്തോടുള്ള സ്നേഹം, ദൈവാശ്രയം പോകുന്നത് ദൈവസാന്നിധ്യം പോയിട്ടുള്ളതൊക്കെ കേൾക്കാം. ഗുരുതിരകത്തിൽ പൗരസ്ലിഹ പറയുന്നത്, അയോഗ്യമായി ഈ അപ്പം ഭക്ഷിക്കുന്നവരൊക്കെ സ്വയമേ ശിക്ഷ അനുഭവിക്കും. അയോഗ്യമായി അപ്പം ഭക്ഷിക്കുന്നവരെ പറ്റിയാണെങ്കിൽ ആ വിശുദ്ധ ബലിയുടെ ഭാഗമാക്കാവുന്ന കയറുന്നവൻ ആലോചിക്കണം, ഞാൻ യോഗ്യനാണോ, എന്നിൽ യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കണം. എൻ്റെ ഇപ്പോഴത്തെ യോഗ്യത അവരെങ്കിലും അവരെ നല്ല രീതിയിൽ എല്ലാ ശുശ്രൂഷകളും ചെയ്യും. അതോടൊപ്പം തന്നെ ശുശ്രൂഷനെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് വാചാനായിട്ട് അതുകൊണ്ട് കുറച്ചുകൊണ്ട് ഞാൻ കുറെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതും പ്രാർത്ഥനാ യോഗങ്ങൾ, 10 വരെ സമാജം, പിന്നെ ഇന്ത്യൻ സിസ്റ്റത്തെ പിള്ളേർ ഇവരുടെ കൂടെ എല്ലാം ഞാൻ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആരും പരാമർശിക്കാത്ത ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷത്തെ OBPS-മായി ബന്ധപ്പെട്ട ആ OBPS-ന്റെ ഒരു വലിയ ടീമുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവരെ ഓർക്കും. ഞാൻ നോർത്ത് ഇന്ത്യയിലെ നാഗ്പൂർ സെമിനാരിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്, സെമിനാരി വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സെമിനാരി ഏൽപ്പിക്കുന്ന യോഗപ്രകാരം പല ദേവാലയങ്ങളും കേരളത്തിൽ പുറത്തുള്ള ദേവാലയങ്ങൾ OBS പോകേണ്ടതായിരുന്നു. ആ ഒരു ഫീൽഡ് തന്നെയാണ് ഈ വർഷത്തെ OBS ഇവിടെ നിന്നും ഈ ദേവാലയത്തിൽ നിന്നും ലഭിച്ചത്. കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ ഈ അധ്യാപകർ വോളണ്ടിയർമാർ എന്നോട് കൂടെ നിന്നു. നമ്മൾ മലയാളത്തിൽ ലളിതമായിട്ട് പറഞ്ഞത് കട്ടയ്ക്ക് നിൽക്കുന്നവരായിരുന്നു. ഒരു പ്രായഭേദമില്ലായിരുന്നു.
എല്ലാ സന്ദർശനമുള്ള എല്ലാ അധ്യാപകരും ഈ കുഞ്ഞുങ്ങൾ വോളണ്ടിയേഴ്സായിട്ട് മുൻപോട്ട് വന്ന പിള്ളേർ വോളണ്ടിയർ പിള്ളേരുടെ കൊച്ചു പിള്ളേരുടെ കയ്യിൽ തൊഴിൽ വരെ കിട്ടിയിട്ടുണ്ട്. 4 പിള്ളേർ സഹിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും. ഒരു ഗെയിം കണ്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ വേറൊരു സെക്ഷനായിരിക്കും ജീവിതത്തിൽ ക്ലാസ് എടുക്കുന്നത്. എന്ത് കാര്യമാണെങ്കിലും ഇവർ വേറെ കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ട് വരും. എല്ലാ കാര്യങ്ങളും ഇവരുടെ എല്ലാം ഇവരുണ്ടായിരുന്നു. OPSന്റെ ആ ഒരു ടീം അവരോട് പ്രാർത്ഥന യോഗങ്ങൾ, എല്ലാ പ്രാർത്ഥന യോഗങ്ങളിലും കഴിയുന്നത് ഞായറാഴ്ച രാവിലത്തെ പ്രാർത്ഥന യോഗങ്ങളിൽ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും വരുവാൻ സാധിക്കുന്നില്ല. കാര്യം നമ്മുടെ ദേവാലയത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. രാവിലെ 11 മണിക്ക് 11:30ക്കുള്ള പ്രാർത്ഥനകളിൽ സമയം ഞങ്ങൾക്ക് ലഭിക്കുന്ന തക്കവിധത്തിൽ ഞങ്ങൾ എത്തിച്ചേരും. അല്ലാതുള്ള പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ ലഭിക്കുന്ന സമയം അനുസരിച്ച് ഇടപെട്ട് പോയി വന്നിരുന്നു. പ്രാർത്ഥനാ യോഗ അംഗങ്ങളുടെ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ യോഗ അംഗങ്ങൾ വന്നറിയ സമാജം, ഒപ്പം തന്നെ സേവക സംഘം വളരെ നല്ല രീതിയിൽ മനസ്സിൽ ഒത്തിരി ഉണ്ടായിരുന്ന ഈ ഒരു പൗരോഹിത്യ പദവിയിലേക്കൊക്കെ വരുമ്പോൾ എൻ്റെ മുന്നിൽ ഏറ്റവും മുമ്പിലായി നിന്നിരുന്ന ഒരു വലിയ ചിത്രമാണ് കാലം ചെയ്ത സഭാരത്ന ഒസ്താദ് സിനിമയിൽ. ആ ഒസ്താദ് സിനിമയിൽ കാണിച്ചിരുന്ന മിഷൻ എന്ന മിഷനാണ്. ഈ മിഷൻ എന്ന മിഷനെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു സേവന സംഘമാണ് ചെങ്ങന്നൂർ പള്ളിയിൽ പ്രവർത്തിക്കുന്നത്. അതിനെ ആ ഊർജ്ജത്തോടുകൂടി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്രകാരം ആ ഊർജ്ജത്തോടുകൂടി ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് എനിക്ക് ആരെങ്കിലും വലിയ പറഞ്ഞു വയ്ക്കുന്നൊരു ഓർമ്മയില്ല. നമ്മുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഈ ദേവാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും പ്രാർത്ഥനാ യോഗങ്ങൾ, വർത്തമാന സമാജം, സമാജങ്ങൾ, സൺഡേ സ്കൂൾ എല്ലാ യൂണിറ്റുകളും, MGOസും, ശുശ്രൂഷക സംഘം, സേവിക സംഘം, ഇവിടെയായിരിക്കുന്ന നിങ്ങളെല്ലാവരും ആ വാക്കിനെ പറയുന്നില്ല. വലിയ സന്തോഷമുണ്ട്. ദൈവം വിളിച്ച് അടുപ്പിച്ചതിന് ശേഷം ലഭിച്ച ഈ ഒരു വലിയ നിയോഗത്തിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാനും ആത്മീയാരാധന അനുഷ്ഠാനങ്ങളെ വളരെയധികം ഭാഗമാക്കാറുവാനും ആ കർമ്മങ്ങൾ ചെയ്യുവാനും തന്നോണം തമ്പുരാൻ എന്നെ യോഗ്യത നൽകി. ആയതിന് നിങ്ങളോടുകൂടെയൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചു. ഞങ്ങളിവിടെയായിരുന്ന ശുശ്രൂഷ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെയും കൂടി നിന്ന് പ്രവർത്തിച്ച വേറെ കുറച്ച് ആളുകൾ കൂടെ ഈ ദേവാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ചേച്ചിയും നമ്മുടെ മൂപ്പരായി പ്രവർത്തിക്കുന്ന ഓക്സിജൻ എംപിഷ്യന്മാരെ പ്രവർത്തിച്ച ജിജോ, ഇപ്പോൾ പ്രവർത്തിക്കുന്ന മനു, നമ്മുടെ ഈ പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഏരിയാവൻ, ചെന്തി, എല്ലാവരും ആരെയും പേര് വിട്ടു പോയെങ്കിൽ ക്ഷമിക്കുക. ഏകമാണ് ഞാൻ ഇങ്ങനൊരു ചെറിയൊരു പെട്ടെന്ന് തട്ടിക്കൊണ്ട് നടന്നതൊക്കെ. അപ്പം ആരെങ്കിലും വിട്ടുപോയെങ്കിൽ നിങ്ങൾ സമയം ക്ഷമിക്കുക. നിങ്ങളുടെ ആരുടെയും പേരുകൾ പറഞ്ഞില്ലായെങ്കിൽ ദയവ് ചെയ്ത് അതിലൊരു ഭേദവും എന്നോട് തോന്നരുത്. മനഃപൂർവ്വമല്ല. എല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. എൻ്റെ ശുശ്രൂഷയിൽ ഇവിടെ ആയിരുന്നപ്പോൾ എന്നോട് കൂടെ ആയിരുന്ന ഇതിന് ഭാഗമാക്കിയ എല്ലാവരും കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് അടുപ്പം കുട്ടികളോടാണ്. കാര്യം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ്, സമസ്തവുമായി ബന്ധപ്പെട്ടാണ്, കുറെ കൂടെ സംസാരിക്കുന്നത് അവരുമായി ശുശ്രൂഷകരുമായിട്ടാണ്. ഇതെല്ലാം തന്നെ എല്ലാവരോടും ഞാൻ സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി സംസാരിച്ചില്ല, മുന്നിൽ കൂടെ വന്നപ്പോൾ ചിരിച്ചില്ല എന്നൊക്കെ തോന്നിയെങ്കിൽ കണ്ണിലെ കഥാപാത്രത്തിനും സാഹചര്യം മാത്രം. ഈ സ്നേഹം തുടർന്നും നമുക്ക് പങ്കുവയ്ക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് തുടർന്ന് ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ലഭിച്ചിരിക്കുന്ന ദേവാലയം തെളിയൂർ ദേശത്തുള്ള ബസേലിയോസ് എന്ന് പറയുന്ന ഒരു ദേവാലയമാണ്. നമ്മുടെ ഈ ഇടവകയുടെ തന്നെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ദിനേശ് പാറക്കടലച്ഛൻ്റെ ഇടവകയാണ്. ആ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. തുടർന്നുള്ള എൻ്റെ എല്ലാ ശുശ്രൂഷകളും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ നോക്കാം, സ്നേഹം പങ്കുവയ്ക്കാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നൽകിയ എല്ലാ ക്രമീകരണങ്ങൾക്കും